നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിൽ. അലഞ്ഞുതിരിഞ്ഞു നടന്നയാളാണ് പിടിയിലായത്. കൊല്ലത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. ഫെബ്രുവരി 19-നാണ് കുഞ്ഞിനെ കാണാതായത്. 20 മണിക്കൂറിന് ശേഷം ആളൊഴിഞ്ഞ പൊന്തക്കാട്ടിൽ നിന്നാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അത്രയും പഴികേട്ടിരുന്നത്, അല്ലെങ്കിൽ അവരെ നാണം കെടുത്തിയിരുന്നത് ഈ പ്രതിയെ കണ്ടെത്താനാകുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടി ഈ ഓടയിലെത്തിയത് എന്ന് കണ്ടെത്താനാകുന്നില്ല എന്നായിരുന്നു. ഏതായാലും അതിന് സമർത്ഥമായ ഒരു ഉത്തരം കണ്ടെത്താൻ പോലീസിനാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ചില CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇയാളുടെ പേര്, വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ പേട്ടയിലെ തട്ടിക്കൊണ്ടുപോകലിൽ ഒരു ക്ലൈമാക്സിലേക്ക്, അല്ലെങ്കിൽ ആ സസ്പെൻസ് പൊളിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഫെബ്രുവരി 19-ാം തീയതിയായിരുന്നു തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജ് ജംഗ്ഷൻ സമീപത്തെ മൈതാനത്ത് നാടോടികളായ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയിരുന്ന 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം 20 മണിക്കൂർ പോലീസിന്റെ വ്യാപക തിരച്ചിലും അന്വേഷണവും നടത്തി. എന്നാൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇവർ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 800 മീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നായിരുന്നു. ശേഷം ഇത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു ദുരൂഹതകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നതിലടക്കം പോലീസിന്റെ വിശദമായ അന്വേഷണം നടത്തി. പല CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല. ശേഷം മാതാപിതാക്കളുടെ പശ്ചാത്തലമടക്കം വിശദമായി പോലീസ് അന്വേഷിച്ചു. നാടോടി സംഘത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ചു. അങ്ങനെ പോലീസ് ഒരു പിടിവള്ളിയും കിട്ടാതെ അലയുന്ന ഒരു സമയത്താണ് പോലീസിന് വീണ് കിട്ടിയതുപോലെ ഒരു വളരെ നിർണായകമായ CCTV വീണ്ടും കിട്ടുന്നത്. അത് ബ്രഹ്മോസിന് സമീപത്ത് ഒരാൾ പുതച്ചു മൂടി പോകുന്നതായിരുന്നു. മാത്രമല്ല, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന അന്ന് രാത്രി പല സ്ഥലങ്ങളിലും, നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഇയാളുടെ സാന്നിധ്യം പോലീസ് ഉറപ്പിച്ചു. റെയിൽവേ ട്രാക്ക് പരിസരത്തും പോലീസ് ആ സാന്നിധ്യം ഉറപ്പിച്ചു. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക്, അല്ലെങ്കിൽ ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ശേഷം ഇയാൾക്കായി വ്യാപകമായ അന്വേഷണം നടത്തി. ഇയാൾ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നയാളാണ് എന്നിപ്പോൾ പോലീസ് നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരം കൊല്ലം ബോർഡറിലാണ് ഇയാൾ ജനിച്ചതെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നും ഈ സംഭവം ഒരു തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. അത് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ചൊരു വിവരം മാത്രമാണ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഇയാൾ മാത്രമാണോ ഈ കൃത്യം ചെയ്തത്, ഇയാൾ എന്തിനിത് ചെയ്തു, എന്തായിരുന്നു പോലീസിന്റെ ആക്ഷൻ പ്ലാൻ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ഉത്തരം വേണം. അതടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കാൻ 6 മണിക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്തിനായിരുന്നു, ഈ പ്രതിയുടെ കൂടുതൽ വിശദാംശം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. പോലീസിനെ സംബന്ധിച്ച് ഏറെ തലവേദനയായ ഒരു സംഭവമായിരുന്നു. ഫെബ്രുവരി 19-ാം തീയതി നടന്ന സംഭവത്തിൽ പിന്നീട് പല ദിവസം, ഏതാണ്ട് 2 ആഴ്ചയോളം സമയമെടുത്തിട്ടും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിയാതായത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു. തിരുവനന്തപുരം DCP നിതിൻ രാജ് അടക്കമുള്ള ആളുകൾ ഒരു പ്രത്യേക സംഘമായി തിരിഞ്ഞ അന്വേഷണം നടത്തി. പലതരത്തിലുള്ള സമാന്തര അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തി. തിരുവനന്തപുരം സിറ്റി പോലീസ് വലിയ തിരക്കിനിടയിലും ഈ കേസിനെ അത്ര പ്രാധാന്യത്തോടെ ഫോളോ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം, ഒരു 3 ദിവസം മുൻപാണ് നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ CCTVയുടെ വിവരങ്ങൾ കൂടുതൽ പുറത്തുവിടുന്നത്. അന്നും പോലീസ് അക്കാര്യത്തിൽ രഹസ്യാത്മകത സൂക്ഷിക്കണം എന്നുള്ള ഒരു നിലപാടെടുത്തിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ നിർണായകമായി പ്രതിയിലേക്ക് എത്തി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 6 മണിയോടുകൂടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഈ കേസിന്റെ, അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന്റെ പ്രതിയിലേക്ക് എത്തിയതിന്റെ, പ്രതിയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ പുറത്തുവിടും. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ വലിയ വിവാദമായിരുന്നു. മാതാപിതാക്കളടക്കം ചില സമയങ്ങളിൽ പ്രതിഷേധത്തിന് വഴിവെച്ചു. കാരണം നാടോടി സംഘത്തിലെ ചിലരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തടക്കം ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. അങ്ങനെ പോലീസിന് വലിയൊരു ഹെഡേക്കായി മാറിയ കേസായിരുന്നു ഇത്. അങ്ങനെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഇക്കാര്യത്തിൽ മറ്റു ചില ആക്ഷൻ പ്ലാനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ഒടുവിൽ ആ ആക്ഷൻ പ്ലാൻ ഫലം കണ്ടു. ലോ ആൻഡ് ഓർഡർ DGP MR കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി അന്വേഷണം നടത്തിയതാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചതാണ്. ഒടുവിൽ അക്കാര്യത്തിൽ പോലീസിന്റെ തലവേദന ഒഴിയുന്നു. പ്രതിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഗോകുൽ. ഷഫീദ്, ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ആലുവയിൽ നമുക്ക് കണ്ണീരണിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഓയൂരിൽ കുട്ടിയെ തിരികെ ലഭിക്കുന്നു. അന്നും പോലീസ് ഏറെ പണിപ്പെട്ട് ആ പ്രതികളെ പിടികൂടി അവരെ നിയമത്തിന് മുന്നിലെത്തിച്ചു, കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടം വരെ എത്തി. ഇവിടെ പേട്ടയിൽ ഇതര സംസ്ഥാന ബാലിക കാണാതെ പോയി തിരികെ എത്തുന്നു. അത് പോലീസിൻ്റെ മൂക്കിന് താഴെ തന്നെ, ആ കാണാതായ ഇടത്തിന് വളരെ അടുത്ത് തന്നെ കുട്ടി തിരികെ എത്തുന്നു എന്നതൊക്കെ വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ചതാണല്ലോ. സകല സാധ്യതകളും, DNA പരിശോധന അടക്കമുള്ള പല സംശയങ്ങൾ പോലീസിന് മുന്നുണ്ടായിരുന്ന എല്ലാ സാധ്യതകളും തേടിയതുമാണ്. ആ കാര്യത്തിലെല്ലാം മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഇവർക്കൊപ്പമുള്ള ഇതര സംസ്ഥാന നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്കോ ഇവരുടെ ബന്ധുക്കൾക്കോ ഒന്നും ഈ കുട്ടി കാണാതെ പോയതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് തീർത്തും ഉറപ്പിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ?
ഗോകുൽ, ഇക്കാര്യത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസിനെ സംബന്ധിച്ച് പോലീസിന് വലിയ അലിഗേഷൻ, അതായത് സംസ്ഥാന തലസ്ഥാനത്തെ പോലീസാണ് വലിയ പോലീസ് സർവൈലൻസിന്റെ നടുവിലൂടെ ഒരു കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്നു. ശേഷം 20 മണിക്കൂറിന് ശേഷം കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു. കുട്ടിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതടക്കം പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണെങ്കിലും ഒരു കൃത്യമായ സൂചന, അതിൽ ഒരു ഘട്ടത്തിൽ കുട്ടി തനിയെ നടന്നു പോകാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തു. അതിലടക്കം പോലീസിന് വലിയ രീതിയിൽ പരിഹാസം കേൾക്കേണ്ടി വന്നു. മാത്രമല്ല, ഇത് തട്ടിക്കൊണ്ടുപോകലാണോ, ഏതെങ്കിലും തരത്തിൽ പ്രകോപനത്തിന്റെ പേരിലൊരു നടപടിയായിരുന്നോ, വൈരാഗ്യമായിരുന്നോ, നാടോടി സംഘത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന വിവിധ സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. പോലീസ് ഓരോ സംശയങ്ങളും കൃത്യമായി അത് ആ സൊല്യൂഷൻ കണ്ടെത്തി അതല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് മറ്റ് ലിങ്കുകളിലേക്ക് പോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കമാണോ എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അത് പോലീസ് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പശ്ചാത്തലം, മാത്രമല്ല ഈ മൊഴിയിലെ വൈരുദ്ധ്യം അടക്കമുള്ള കാര്യങ്ങൾ, അത് വിശദമായൊരു അന്വേഷണം ഹൈദരാബാദിലടക്കം നടത്തി ക്ലിയർ ചെയ്തു. രണ്ടാമത്തെ കാര്യം, തട്ടിക്കൊണ്ടുപോകൽ സംഘം ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോഴും അങ്ങനെയുള്ള ഒരു ആസൂത്രണം നടന്നതായുള്ള സൂചനകൾ പോലീസിന് കണ്ടെത്താനായില്ല. മൂന്നാമത്തെ സംശയം, അതിൽ ഏറ്റവും പ്രധാനമായ ഒരു സംശയമായി ചൂണ്ടിക്കാണിച്ചത്, നാടോടി സംഘത്തിലെ ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ, കുട്ടിയുടെ മാതാപിതാക്കളോടുള്ള വൈരാഗ്യം മൂലം ഇത് മനഃപൂർവ്വം അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ളതായിരുന്നു. പക്ഷേ നാടോടി സംഘത്തിലെ സംശയം തോന്നിയ ആളുകളൊക്കെ ചോദ്യം ചെയ്തെങ്കിലും അവർക്കൊന്നും ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല, അവരൊന്നുമല്ല ഈ കൃത്യം ചെയ്തതെന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു. അതിനുശേഷം പോലീസ് വളരെ വിശാലമായ രീതിയിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചൊരു അന്വേഷണം നടത്തി. ആ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോൾ നിർണായകമായ 2 CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും പോലീസ് അത് പ്രതീക്ഷയോടെ ഹാൻഡിൽ ചെയ്തെങ്കിലും ഒടുവിൽ നെഗറ്റീവായിരുന്നു റിസൾട്ട്. അതായത് പോലീസിനെ സംബന്ധിച്ച് പോസിറ്റീവായ റിസൾട്ട് അതിനകത്ത് നിന്ന് കിട്ടിയില്ല. അത് നെല്ലും പതിരും തിരിക്കുന്നത് പോലെ പോലീസ് അക്കാര്യത്തിൽ വളരെ ഗൗരവമുള്ള ഒരു അന്വേഷണം നടത്തി. അതിനുശേഷമാണ് പോലീസിനെ സംബന്ധിച്ച് ഒരു പിടിയും കിട്ടാതിരുന്നൊരു സമയത്ത് ബ്രഹ്മോസിന്റെ സമീപത്ത് നിന്നും ഒരു CCTV വിഷ്വൽ കിട്ടുന്നു. ആ CCTV വിഷ്വലിൽ പോലീസിന് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞത് ദേഹമാകെ പുതച്ചു മൂടി ഒരാൾ നടന്നു പോകുന്നതായിരുന്നു. ഇയാളുടെ സാന്നിധ്യം റെയിൽവേ ട്രാക്ക് പരിസരങ്ങളിൽ, നഗരത്തിലെ വിവിധ പരിസരങ്ങളിലൊക്കെ കണ്ടെത്തി. അതിനുശേഷം പോലീസിന് തലവേദനയായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അയാൾ എങ്ങോട്ടേക്ക് പോയി, എവിടെയാണ് സ്റ്റേ, എവിടെ അയാളെ കാണാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരുവനന്തപുരം DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തി. ഇയാളുടെ സ്വഭാവം പഠിച്ചു, ഇയാളുടെ സ്കെച്ചുകൾ പഠിച്ചു, ഇയാൾ എവിടെയൊക്കെ സാധാരണഗതിയിൽ പോകാറുണ്ട്, പതിവായി പോകാറുള്ള സ്ഥലങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചൊടുവിൽ കൊല്ലത്ത് ഇയാൾ എത്തിയെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ തിരുവനന്തപുരം പോലീസ് അവിടേക്ക് തിരിച്ച് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പോലീസിന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം അത് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഗോകുൽ, ശരി ഷഫീദ്, ഏതായാലും പോലീസിന് അഭിമാനിക്കാം, നമുക്ക് ആശ്വസിക്കാം. ഏതായാലും ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ആ കുട്ടി ആ ഓടയിലേക്ക് എത്തിയത് എന്നതിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരം പോലീസിന്റെ പക്കലുണ്ട്. ആ ഉത്തരം അവർ 6 മണിക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്, അന്വേഷണം ഏത് നിലയിലായിരുന്നു, പല വഴിക്ക് തിരിഞ്ഞ അന്വേഷണമാണ്, പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിനൊടുവിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിയുടെ വിവരങ്ങൾ, എങ്ങനെയാണ്, എന്തിനാണ് ഇയാൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, അവിടെ തിരിച്ച് ഉപേക്ഷിച്ചത്, ഈ കാര്യങ്ങളെല്ലാം 6 മണിയോടുകൂടി വ്യക്തമാകും. കുഞ്ഞുമായി ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകുമെന്ന് ഈ കുട്ടിയുടെ മാതാവ് പറഞ്ഞിട്ടുണ്ട്. പോലീസ് വിളിപ്പിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് വന്നത്. പ്രതിയെ പിടിച്ചതായി പോലീസ് പറഞ്ഞുവെന്നും മാതാവ് പ്രതികരിച്ചു. वाले ने मिलने भी नहीं देता, बताया भी नहीं अब कब मिलेगा, बोलता है DL केस आने के बाद ही बताएगा, ऐसा बोल रहा। हमारा केस खत्म हो जाए तो हम घर चले जाएंगे, हमारा हैदराबाद हमारा घर है. AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ജയശങ്കർ, ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിൽ വഴിമുട്ടി, ഒരു ഘട്ടത്തിൽ മാതാപിതാക്കളുടെ DNA പരിശോധന, ഒപ്പം ബന്ധുക്കളിലേക്ക് സംശയം നീടുന്നു, അവരുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പരിശോധിക്കുന്നു. അങ്ങനെ പോലീസ് എല്ലാ സാധ്യതകളും എല്ലാ സംശയങ്ങളിലേക്കും കടന്നു എന്നൊരു അന്വേഷണമാണ്. അത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒരു ഘട്ടത്തിൽ അവർ പ്രതിഷേധിക്കുന്ന കാര്യത്തിലേക്ക് അവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തു, അവരെ സംശയം നിർത്തിയത്. അതിനപ്പുറത്തേക്ക് ഈ പ്രതിയെ പിടികൂടുമ്പോൾ ആ അമ്മയുടെയും കുടുംബത്തിൻ്റെയും പ്രതികരണം എങ്ങനെയാണ്? ആശ്വാസകരമല്ലേ? ഇനി മടക്കം അവരും കൂടി സംശയത്തിൽ നിന്ന് മാറുന്നു, ആശ്വാസത്തോടു കൂടി ആ കുടുംബത്തിന് മടങ്ങാവുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു അല്ലേ? അതായത് ഗോകുൽ, നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ ആദ്യം നമ്മളോട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഹൈദരാബാദിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം, കേസെല്ലാം അവസാനിച്ചല്ലോ, അത്തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയത്. എന്തായാലും അവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. തങ്ങളുടെ മകൾക്ക് നേരെ വലിയ തോതിലുള്ള ഒരു അതിക്രമം, ഒരു സംഭവം നടന്നിരിക്കുന്നു. ആ സംഭവത്തിലെ പ്രതി പിടികൂടിയിരിക്കുന്നു. എന്തായാലും പോലീസ് നേരിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തിയാണ് ഇങ്ങനെ ഒരു വിവരം ഇവരെ അറിയിച്ചു. പിന്നാലെ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും
ഉൾപ്പെടെയുള്ള ആളുകളെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് കൊണ്ടുവന്നു. നിലവിൽ കുട്ടിയുടെ പിതാവ് പേട്ട പോലീസ് സ്റ്റേഷനകത്താണ്. പോലീസുകാർ ഇദ്ദേഹവുമായി സംസാരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഔദ്യോഗികമായി കമ്മീഷണർ ഓഫീസുമായി മറ്റും ബന്ധപ്പെടുമ്പോൾ ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യലോ മറ്റ് നടപടിക്രമങ്ങളോ നിലവിലില്ല എന്നാണ് അറിയിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ പിതാവ് സ്റ്റേഷനകത്താണ്. പോലീസ് ഈ പിടിച്ച പ്രതിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കുകയാണെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടിയുടെ മാതാവ് നമുക്ക് സമീപം തന്നെയുണ്ട്. പോലീസിനെ ക്യാ ബോല ആപ്സെ? पुलिस ने उनको, मैं जिधर था ऑल सेंस में हम रहते मदल मुख में, उसने आया था, बोला क्या क्या मेरे साथ चलो, मेरे पति को लेकर आया गाड़ी में बैठा के, बोला चलो मैं एक आदमी को पकड़ कर रखा हूँ। अब मुझे नहीं मालूम है वो कौन है, नहीं है, मैंने जो उसको जानता नहीं। आदमी का फोटो और कुछ आपको देखने का चांस मिला? नहीं, फोटो भी नहीं दिया देखने को, कैसा है हमको मालूम नहीं है। कितना समय हो गया आपका पति पुलिस का अंदर? अभी आधा घंटा हुआ, आधा घंटा। അതായത് ഗോകുൽ, ഈ ഇവരുടെ ഭർത്താവ് കുറച്ച് മണിക്കൂറുകളായി സ്റ്റേഷനുള്ളിലെന്നാണ് മാതാവ് പറയുന്നത്. ഇവരുടെ ഭർത്താവ് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യലും കുടുംബവുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. എന്തായാലും ബന്ധുക്കൾ വലിയ പ്രതീക്ഷയിലാണ്. ആരാണ് തങ്ങളെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? എന്തായാലും അവരെ സംബന്ധിച്ച് മറ്റൊരു ആശ്വാസം കൂടിയുണ്ട്. കേസിന്റെ പ്രതിയെ ഉൾപ്പെടെ പിടിച്ച സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം ഒരുങ്ങുന്നു. തീർച്ചയായും ഏതായാലും ആശ്വാസത്തോടു കൂടി ആ കുടുംബത്തിന് മടങ്ങാം. കുട്ടിയെ ലഭിച്ചതിനപ്പുറത്ത് നിലനിന്നിരുന്ന ദുരൂഹതകൾക്കും സംശയങ്ങൾക്കുമെല്ലാം ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു. പ്രതിയെ പിടികൂടിയിരിക്കുന്നു. 2 വയസ്സുകാരിയെ പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നയാളെ കൊല്ലത്തു നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. അയാളുടെ വിശദാംശങ്ങൾ, അയാൾ എന്തിനിത് ചെയ്തു, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നതെല്ലാം വിശദമാക്കും. 6 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഷഫീദ് റാവുത്തറും എ വി ജയശങ്കറുമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് ഹോസ്റ്റലിലെ അലിഖിത നിയമപ്രകാരമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിലെ പ്രതികളുമായി ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. അതേസമയം മരണത്തിൽ കുറ്റക്കാരെ സംരക്ഷിച്ചെന്ന ആരോപണം തള്ളി സർവകലാശാല ഡീൻ ഡോക്ടർ MK നാരായണൻ രംഗത്തെത്തി. മർദ്ദന വിവരം തന്നെ ആരും അറിയിച്ചിട്ടില്ലെന്നും ഡീൻ പറഞ്ഞു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഹോസ്റ്റൽ മുറിയിൽ ഈ കേസിലെ പ്രതികളുമായി പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുന്നതാണ്. ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ വെച്ചാണ്, അവിടുത്തെ ഡോർമെറ്ററി റൂമിലും മറ്റും വെച്ചാണ് സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും പിന്നീട് ഇവർ നിരീക്ഷണത്തിൽ വെക്കുകയും ഒക്കെ ചെയ്തത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവെടുപ്പാണ്. പ്രത്യേകിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ച്, ബെൽറ്റും മറ്റും ഉപയോഗിച്ച് അതിക്രൂരമായ മർദ്ദനം നടന്നതാണ്. അതുകൊണ്ട് തന്നെ വയറും മറ്റ് ഈ മർദ്ദനത്തിനുപയോഗിച്ച, കിരാത മർദ്ദനത്തിനുപയോഗിച്ച സാമഗ്രികൾ ഇവർ തന്നെ കണ്ടെടുത്ത് നൽകുകയാണോ? ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിൽ. അതായത് ഈ മർദ്ദിച്ച ആദ്യം ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച 21-ാം നമ്പർ മുറിയിലാണിപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള സിൻജോ ജോൺസനാണ് ജോൺസനെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. കൽപ്പറ്റ DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. മുറിയിൽ എന്തൊക്കെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്ന പോലീസ്. ആക്രമിക്കാൻ ഉപയോഗിച്ച വയർ അടക്കം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും തെളിവെടുപ്പ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അറസ്റ്റിലായവരുടെ എണ്ണം 7 പേരാണ്. അതോടുകൂടി 18 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശി അജയ്, കൊല്ലം സ്വദേശി അൽത്താഫ്, അതോടൊപ്പം കോഴിക്കോട് സ്വദേശി ആദിത്യൻ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള സയ്യിദ് റിസാൽ, മലപ്പുറം സ്വദേശി തന്നെയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷ്, കൊല്ലം സ്വദേശി കാശിനാഥൻ, പിന്നെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊല്ലം സ്വദേശി സിൻജോ ജോൺസനും ഉൾപ്പെടെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. വിശദമായി ആക്രമിക്കാൻ ഉപയോഗിച്ച കാര്യങ്ങൾ അത് ഏത് തരത്തിലാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് 21-ാം നമ്പർ മുറിയിൽ. ഇതിനുശേഷം ഈ പോർട്ടിക്കോയിൽ, അതായത് ഈ ഹോസ്റ്റലിൻ്റെ നടുത്തളവുമായി ബന്ധപ്പെട്ട നടുത്തളത്തിൽ ആക്രമണം നടന്നിരുന്നു. ആ നടുത്തളത്തിലെ
ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് മർദ്ദിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിവരങ്ങൾ അതെല്ലാം തന്നെ പോലീസ് സംഘം വിശദമായി ശേഖരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സിദ്ധാർത്ഥിന് പ്രധാനമായും മർദ്ദനമേറ്റത്. ആ മർദ്ദനമേറ്റ ആ സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സംഘം. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. DYSP ആയിട്ടുള്ള ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള അന്വേഷണ സംഘം തലവനായിട്ടുള്ള കൽപ്പറ്റ DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് സിൻജോ ജോൺസൺ. സിൻജോ ജോൺസനാണ് വലിയ രീതിയിൽ ഈ യുവാവിനെ ആക്രമിച്ചത്, അതായത് സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ കാശിനാഥൻ എന്നുള്ള മറ്റൊരു പേരും പറയുന്നുണ്ട്. ഈ മുറി എന്ന് പറയുന്നത് SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായിട്ടുള്ള യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അമൽ ഇഷാൻ താമസിക്കുന്ന മുറിയാണ് ഇത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ 4 മറ്റ് വിദ്യാർത്ഥികളും ഈ മുറിയിലുണ്ട്. ഈ മുറിയിൽ വെച്ചാണ്, ഈ മുറിയിലേക്ക് കൊണ്ടുവന്നാണ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ക്രൂരമർദ്ദനത്തിന് ഈ വിദ്യാർത്ഥി വിധേയനായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട ഈ മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിവരങ്ങൾ പൂർണ്ണമായും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് മർദ്ദിച്ചത്, അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ്, എന്തൊക്കെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്, എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ശേഖരിച്ച് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ പോലീസ് സംഘം ശേഖരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ. ഏതൊക്കെ നേരത്തെ തന്നെ മാതാപിതാക്കളോട് അടക്കം പറഞ്ഞിരുന്നു, അവരോട് മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞത് ഈ സിൻജോ ജോൺസൺ ആണ് ഏറ്റവും ക്രൂരമായി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതെന്നാണ്. സിൻജോയെ മാത്രമാണോ ഇപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? മറ്റു പ്രതികളെയും ഒപ്പം എത്തിച്ചിട്ടുണ്ടോ? മറ്റ് പ്രതികളെ ഹോസ്റ്റലിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല. ഒരു പ്രതിയെ മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. ഈ അന്വേഷണ സംഘം ഇവിടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനെത്തിയപ്പോഴാണ് പൊടുന്നനെ അന്വേഷണ സംഘത്തിലേക്ക് എത്തുകയും നേരെ ഹോസ്റ്റൽ മുറിയിലേക്ക് കയറ്റി കൊണ്ടുപോവുകയും ചെയ്തത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് ഇത്തരത്തിൽ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയാണ് മർദ്ദിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിനുശേഷമാണ് ഈ മർദ്ദനം നടന്ന് മുറിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ മർദ്ദനം നടന്നു വന്ന മുറിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെ വിശദമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസ് സംഘം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്, എന്തെല്ലാം ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്, എന്തെല്ലാം വെച്ചുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുൾപ്പെടെ കേബിൾ അടക്കം ഇവിടെ നിന്നും കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കേബിൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൃത്യമായ ആയുധങ്ങളുടെ ഉൾപ്പെടെയുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മുറിയിൽ 21 നമ്പർ മുറി കേന്ദ്രീകരിച്ചാണ് സിദ്ധാർത്ഥ് 15-ാം തീയതി നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് പോയ ശേഷം ഇവിടേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഈ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ മുറി അമൽ ഇഷാൻ എന്ന് പറയുന്ന SFIയുടെ യൂണിറ്റ് സെക്രട്ടറി താമസിക്കുന്ന മുറിയാണ്. ഒപ്പം തന്നെ 4 പേരും ഇവിടെ മൊത്തം താമസിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ വിദ്യാർത്ഥിയെ ക്രൂരമായ രീതിയിൽ മർദ്ദനം തുടങ്ങുന്നത്. ഇവിടെ വെച്ച് വിവസ്ത്രനാക്കി ഇതിനുശേഷം ഈ ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ച് അവിടെയും മർദ്ദനം തുടരുന്നു. അതായത് ഈ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം വൈകിട്ട് മുതൽ, അതായത് രാത്രി മുതൽ ഈ അക്രമം തുടങ്ങിയതാണ്. രാത്രി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണം തുടങ്ങി. അത് 9 മണിയോടുകൂടി ആക്രമണം ആരംഭിച്ചു. അതിനുശേഷം അത് പുലർച്ചെ 2 മണി വരെ ഈ യുവാവിനെ പൂർണ്ണമായ രീതിയിൽ തന്നെ വളരെ വിവസ്ത്രനാക്കി നിർത്തി. അതായത് അടിവസ്ത്രം മാത്രമാണ് ധരിപ്പിച്ചിരുന്നത്. ഇതിനുശേഷം മർദ്ദനം തുടങ്ങി വിവിധ തരത്തിൽ ഇവിടെ ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം, അതായത് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണം നടക്കുന്നു എന്നുള്ള തരത്തിൽ ഉള്ള വിവരം ഒരു തരത്തിലും പുറത്തു വരാത്ത തരത്തിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. എന്തായാലും ഈ നടുത്തളത്തിൽ അവശനായി ശേഷം, അതായത് അതിനുശേഷം 2 മണിയോട് കൂടിയാണ് ഈ വിദ്യാർത്ഥി നേരെ ഈ ഡോർമെറ്ററിയിലേക്ക് ഈ സിദ്ധാർത്ഥിനെ കൊണ്ടുപോകുന്നത്. ഡോർമെറ്ററിയിൽ വെച്ച്
തീർത്തും അവശനായി. അതായത് തൊട്ടടുത്ത ദിവസം ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറായില്ല. ലക്ഷന്റെ ചുമതലയുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് ഭക്ഷണം എത്തിച്ചെങ്കിലും ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. തീർത്തും അവശനായിരുന്നു, മാനസികമായി തകർന്നിരുന്നു. അതിനുശേഷം തീർച്ചയായും ഒപ്പം ഒരേ മുറിയിൽ താമസിച്ച ആളുകൾ കൂടി ഈ കിരാതമായ ക്രൂരമായ മർദ്ദനത്തിന് കൂട്ടുനിന്നു എന്നതാണ് ഈ പൂക്കോട്ടെ കലാലയം നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്, ലജ്ജിപ്പിക്കുന്നത്, നാണിപ്പിക്കുന്നത്, തലകുനിപ്പിക്കുന്നത്. സഹപാഠികൾ എന്നാൽ സുഹൃത്തുക്കൾ എന്നാൽ അതിനപ്പുറത്ത് സംഘടനാ പ്രവർത്തനത്തിൽ ഒപ്പം നിൽക്കുന്ന ആളുകളോട് പോലും യാതൊരുവിധ കരുണയും സ്നേഹമോ അടുപ്പമോ ഇല്ലേ എന്ന് നമുക്ക് സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായത്. അത് മൃഗീയമായ അല്ലെങ്കിൽ മൃഗീയത എന്നത് മൃഗങ്ങൾക്ക് അപമാനകരമാണ് ആ പ്രയോഗം എന്ന് തോന്നുന്നു. അത്രയ്ക്ക് ക്രൂരമായ വേട്ടയാടലാണ് അവിടെ നടന്നത്. മൃതപ്രായനാക്കിയ ഒരു യുവാവിനെ, സഹപാഠിയെ, ഒപ്പം അത്ര കാലം ഒരുമിച്ച് നിന്ന് അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് കഴിഞ്ഞ തവണ വീട്ടിൽ വന്ന് ഒപ്പം ഭക്ഷണം കഴിച്ച് അമ്മയുടെ അടുത്ത് നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചവരാണ്. സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച് അവരോട് സ്നേഹം പങ്കിട്ടവരാണ്. പിന്നീട് മകനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് വിശ്വസിക്കാനാവാത്ത നിലയായിരുന്നു. അമ്മയുടെ പ്രതികരണം അങ്ങനെയായിരുന്നു, അച്ഛൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ തെളിവെടുപ്പിൽ ഈ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഇതൊരു പരാതിയിലേക്ക്, കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക്, പ്രതികളെ പിടികൂടുന്നതിലൊക്കെ കാലതാമസം വന്നിട്ടുണ്ട്. ഈ കേവലം വയറുകൾ എന്നതിനപ്പുറത്തേക്ക് ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു, തല്ലിച്ചതച്ചു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകൾ. അത്തരത്തിലുള്ള ആയുധങ്ങൾ കൂടി കണ്ടെടുത്തെങ്കിൽ മാത്രമല്ലേ ഈ പ്രതികൾക്കെതിരായ ചാർജുകൾ അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകൾ നിലനിൽക്കുകയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട ബെൽറ്റ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ കണ്ടെടുത്ത് വയർ ഉൾപ്പെടെയുള്ളവ വെച്ചുകൊണ്ടാണ് ആക്രമിച്ചതെന്നുള്ള തരത്തിലാണ് പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ രീതിയിലുള്ള പരിശോധനയാണ് പോലീസിൻ്റെ ഭാഗത്ത് നടത്തുന്നത്. പോലീസ് സിൻജോയെ ആദ്യം എത്തിച്ചത് ഈ നടുത്തളത്തിലാണ്. നടുത്തളത്തിൽ വെച്ചാണ് ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. ആ നടുത്തളത്തിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ദീർഘസമയം ഇവിടെ നിർത്തിക്കൊണ്ടാണ് ആ വിദ്യാർത്ഥിയെ, സിദ്ധാർത്ഥിനെ ഭേദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ആ സമയത്ത് ഇവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരാരും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരാളും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുതന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് ഈ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് ഈ സിൻജോയെ വെച്ചുകൊണ്ട്, അതായത് സിൻജോ ആണ് ഏറ്റവും വലിയ ക്രൂരമായ രീതിയിൽ തന്നെ മർദ്ദനം അഴിച്ചുവിട്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ 21 നമ്പർ മുറി, നമുക്ക് ആ മുറി കാണാൻ കഴിയും. അതായത് ഇവിടുത്തെ ഇഷാൻ എന്ന് പറയുന്ന SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ താമസിക്കുന്ന മുറിയാണ്. 4 വിദ്യാർത്ഥികളാണ് അവിടെ ഉള്ളത്. ഈ 21 നമ്പർ മുറി കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ മർദ്ദനം തുടങ്ങുന്നത്. അതായത് 9 മണിയോടുകൂടി മർദ്ദനം ആരംഭിക്കുന്നു. ചോദ്യം ചെയ്ത് അതിനുശേഷം ഈ വിദ്യാർത്ഥിയെ, സിദ്ധാർത്ഥിനെ മർദ്ദിക്കുകയാണ്. മർദ്ദിച്ച ശേഷം ഇവിടെ നിന്നും കൊണ്ടുപോയ ശേഷമാണ് നേരെ നടുത്തളത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഈ ഭാഗത്തെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ചുറ്റും വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ ഒരു പ്രതികരണത്തിനും തയ്യാറായില്ല. സ്വന്തം സഹപാഠിയെയാണ് മർദ്ദിക്കുന്നത്, എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള പ്രതികരണത്തിന് ഇവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അത് ആരെയും അറിയിക്കാൻ, ഒരു അധികൃതരെയും അറിയിക്കാൻ തയ്യാറായില്ല. യൂണിവേഴ്സിറ്റി അധികൃതരെ അറിയിച്ചില്ല, പോലീസിനെ അറിയിച്ചില്ല, സ്വന്തം അധ്യാപകരെയോ മറ്റ് വിദ്യാർത്ഥികളെയോ അറിയിക്കാൻ പോലും ഇവർ ആരും തയ്യാറായില്ല. അത്രയും അത് നിഗൂഢത നിറഞ്ഞ വിധത്തിലുള്ള ഒരു ആക്രമണമാണ് ഈ നടുത്തളത്തിൽ വെച്ച് ഈ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായത്. അതിനുശേഷം ഈ കുട്ടിയെ നേരെ ഡോർമെട്രിയിലേക്കാണ് ഈ കുട്ടി പോകുന്നത്. അങ്ങനെ ഡോർമെട്രിയിലേക്ക് പോയി അവിടെ വെച്ച് ഡോർമെട്രിയിൽ വെച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ, അതായത് പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ. ആ കുട്ടിക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട് പിറ്റേ ദിവസം, അതായത് 17-ാം തീയതി സിദ്ധാർത്ഥിന് വേണ്ടിയുള്ള ഭക്ഷണം മെസ്സിൻ്റെ ചുമതലയുള്ള ആളുകൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ അവൻ കഴിക്കാൻ തയ്യാറാവുന്നില്ല. അത്രയ്ക്കധികം മാനസിക സംഘർഷം നേരിടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ മാനസിക സംഘർഷത്തിൻ്റെ ഒടുവിലാണ് പിന്നീട് 18-ാം തീയതി ഉച്ചയോടുകൂടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. എന്തായാലും പോലീസ് സംഘം വിശദമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെ എന്ത് സംഭവിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എങ്ങനെയാണ് ആക്രമിച്ചത്, ഏത് രീതിയിലാണ് ആക്രമിക്കപ്പെട്ടത്, ഒപ്പം തന്നെ എങ്ങനെയാണ് ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുൾപ്പെടെയുള്ള വിശദമായ രൂപരേഖ പോലീസ് തയ്യാറാക്കുന്നുണ്ട്. കൽപ്പറ്റ DSP സജീവൻ, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിലെ CI ആയിട്ടുള്ള ഉത്തമൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം
സംഘമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെളിവെടുപ്പ് ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ മുറി 21 നമ്പർ മുറി ഇവിടുത്തെ ഒരു കുപ്രസിദ്ധ മുറിയായി മാറിയിരിക്കുന്നു. സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ ഒരു ക്രൂരമായ രീതിയിൽ തന്നെ ആക്രമിച്ച് അവനെ ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്ക് എത്തിയെങ്കിൽ സ്വാഭാവികമായി അത് പ്രതികരിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി പോലും ഇവിടെ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടേണ്ടത്. കാരണം 112 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഒരാൾ പോലും ഇത് ചെയ്യരുത്, ഇങ്ങനെ ആക്രമിക്കരുത് എന്ന് പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തമായ അവസ്ഥ. 21 നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന SFIയുടെ നേതാക്കളാണ്, യൂണിയന്റെ ഭാരവാഹികളാണ്. അമൽ ഇഹ്സാൻ എന്ന യൂണിറ്റ് സെക്രട്ടറി താമസിച്ച മുറിയിലാണ്. അവിടെയാണ് ഇടിച്ചിഞ്ച പരുവത്തിലാക്കി അല്ലെങ്കിൽ അതിലേറെ രൂക്ഷമായ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം ഇവർ സിദ്ധാർത്ഥിനെ കൊണ്ട് താമസിപ്പിക്കുന്നത്. അവിടെ വെച്ചും മർദ്ദിക്കുന്നു, പിന്നീട് പരസ്യ വിചാരണ, വിവസ്ത്രനാക്കിയുള്ള മർദ്ദനം, അങ്ങനെ ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിയാത്ത തരത്തിലുള്ള കൊടിയ പീഡനം നടന്നു. അതിനൊടുക്കമാണ് ജീവൻ നഷ്ടമാകുന്നത്. ഏതായാലും ആ തെളിവെടുപ്പിലെ വിവരങ്ങളിലേക്ക്, ആ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. പൂക്കോട് വെറ്ററിനറി കോളേജിൽ വെച്ച് ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. പ്രതിയായ സെഞ്ചോയെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്റ്റൽ മുറിയിൽ തെളിവെടുപ്പ് നടത്തുന്നത്. സിദ്ധാർത്ഥനെ മർദ്ദിച്ച ശേഷം അവിടെ പാർപ്പിച്ച നിരീക്ഷണത്തിൽ വെച്ചിരുന്ന മുറി SFI നേതാക്കളുടെ താമസിക്കുന്ന മുറിയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. അവിടെ വെച്ച് വയർ കണ്ടെത്തുന്നു. മർദ്ദനത്തെ ഉപയോഗിച്ച വയർ കണ്ടെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ആരോപണം ആദ്യം മുതൽ നേരിട്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരുന്നത് ഡീനെതിരെയാണ്. ഡീൻ ചില ന്യായങ്ങൾ ഇക്കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ കൃത്യമായ രീതിയിലുള്ള വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ വീട്ടുകാരെ അറിയിക്കാൻ വൈകി എന്നുള്ള ആക്ഷേപമാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു അലംഭാവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡീൻ പറയുന്നത്. ഈ വാർഡൻ എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളല്ല, അതിന് കൃത്യമായ രീതിയിലൊരു ഘടന ഈ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് ഡീൻ ഡോക്ടർ MK നാരായണൻ വ്യക്തമാക്കുന്നത്. ഈ കുട്ടികളും അധ്യാപകരും ഇത്തരത്തിലൊരു ആക്രമണ വിവരം അറിയിച്ചിരുന്നില്ല. അറിയിച്ചപ്പോൾ തന്നെ, അതായത് ഈ മരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ 10 മിനിറ്റിനകം തന്നെ ഹോസ്റ്റലിലെത്തി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യഥാസമയം ബന്ധുക്കളെ അറിയിച്ചു. തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അതായത് ഒരു PG വിദ്യാർത്ഥിയാണ് ഈ വിവരം വീട്ടുകാരെ അറിയിച്ചത്. അതായത് ബന്ധുക്കൾ ഈ സിദ്ധാർത്ഥിൻ്റെ അമ്മാവനെയാണ് ഈ വിവരം ആദ്യമായി അറിയിച്ചത് എന്നുള്ള കാര്യമാണ്. താനല്ല വിളിച്ചതെങ്കിൽ കൂടി തൻ്റെ മുമ്പിൽ നിന്നാണ് വിളിച്ചത്, തൻ്റെ നിർദ്ദേശാനുസരണമാണ് വിളിച്ചത്. ആ സമയം താൻ സർജനുമായി സംസാരിക്കുകയായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീൻ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഈ ഹോസ്റ്റലിൽ വന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിരുന്നില്ല. ദേശീയ ആൻറ്റി റാഗിംഗ് സെല്ലാണ് ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിവരം 21-ാം തീയതി അറിയിക്കുന്നത്. 20-ാം തീയതി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് നടന്നു. തുടർന്ന് കൃത്യമായ അന്വേഷണം നടത്തി. അന്ന് മുതൽ, അതായത് അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് പോലീസിനും കൈമാറി. എന്തായാലും ഈ മർദ്ദനമേറ്റ കാര്യം വിദ്യാർത്ഥികൾ ആരും പറഞ്ഞില്ല. ഒപ്പം തന്നെ സിദ്ധാർത്ഥും, അതായത് 17-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടായിരുന്നു, 16-ാം തീയതിയാണ് മർദ്ദനമേറ്റത്. 17-ാം തീയതി എന്തായാലും ഈ മർദ്ദന വിവരം ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് തടയാൻ കഴിയുമായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീൻ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ മർദ്ദനമേറ്റ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുന്നത്. എന്തായാലും ഈ മർദ്ദനത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ വാലന്റൈൻ ഡേയിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില തർക്കങ്ങളാണ്. ആ തർക്കത്തിൽ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത്. വീട്ടുകാരുടെ ആരോപണം പോലെ ഭക്ഷണം തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ആ പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഹോസ്റ്റലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ വീഴ്ചയാണ് എന്നുകൂടി ഡീൻ പറയുന്നുണ്ട്. ഈ കോളേജ് ഹോസ്റ്റലിൽ അത്തരത്തിൽ സുരക്ഷാ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം നേരം നൽകിയതാണ്. പക്ഷേ ഒരു അനുഭാവപൂർവമായ നടപടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചയുണ്ട് എന്നുള്ളത് ഡീൻ പറയുന്നുണ്ട്. എന്തായാലും ഈ നടപടിക്രമങ്ങളിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡീൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് തുടരുന്നു. ഈ സിൻജോ ജോൺസണുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ DYSP സജീവന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതിന് ശേഷം ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിക്രമത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറി ആണ് ഈ നമ്പർ 21. നമ്പർ 21 എന്ന് പറയുന്നത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി കൂടി താമസിക്കുന്ന മുറിയാണ്. യൂണിറ്റ് സെക്രട്ടറി കേസിൽ പ്രതി കൂടിയാണ്. അങ്ങനെയുള്ള ഒരു മുറി, ആ മുറിയിൽ എന്തൊക്കെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്, ആക്രമിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിശദമായി
പോലീസ് സംഘം അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 100-ലേറെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ മർദ്ദന സമയത്ത്. ഈ മർദ്ദിച്ചവരും നോക്കി വന്നവരുമായി 112 പേർ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ മർദ്ദന സമയത്ത്. ഈ മർദ്ദിച്ചവരും നോക്കി വന്നവരുമായി 112 പേർ, കൃത്യമായി 112 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്നത്. എന്തായാലും ഈ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് അധ്യാപകരെയോ പോലീസിനെയോ അറിയിക്കാൻ ഒരാൾ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. ഈ മർദ്ദക സംഘത്തെക്കുറിച്ചുള്ള ഭയമാകാം വിദ്യാർത്ഥികളെ നിശബ്ദരാകാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ രോഷത്തിലാണ് ക്രൂരമർദ്ദനം നടത്തിയത് എന്നുള്ള മൊഴിയാണ് ഈ പ്രതികൾ പോലീസ് മുമ്പാകെ നൽകിയിട്ടുള്ളത്. ഇന്ന് കോടതിയിൽ പ്രതികളെ ഹാജരാക്കും എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ ഈ സർവകലാശാല അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി എന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ പുറത്ത് അനിശ്ചിതകാല നിരാഹാര സമരം, റിലേ നിരാഹാര സമരം അടക്കം നടത്തി തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറസ്റ്റിലായത് 7 പേർ കൂടി അറസ്റ്റിലായപ്പോൾ പ്രതിപട്ടികയിൽ ഉള്ള എല്ലാവരെയും, അതായത് 18 പേരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള അജയ്, കൊല്ലം സ്വദേശി അൽത്താഫ്, കോഴിക്കോട് സ്വദേശി ആദിത്യൻ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള 18 പ്രതികളെയും സിദ്ധാർത്ഥന്റെ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച അതിക്രൂരമായ മർദ്ദനത്തിൽ ഏതായാലും 18 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രതിയായ സിൻജോയുമായിട്ടാണ് ഇപ്പോൾ പോലീസ് സംഘം അവിടെ ഹോസ്റ്റലിൽ ഈ മർദ്ദനം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുന്നത്. ഏതായാലും ചില ഈ മർദ്ദനത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളെന്ന് പറയാനാവില്ല എങ്കിൽ പോലും അവർ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ, വയർ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇരുമ്പ് ദണ്ട് ഉൾപ്പെടെ മർദ്ദനത്തിന് ഉപയോഗിച്ചു എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞതാണ്. അക്കാര്യങ്ങളൊക്കെയും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നു. ഡീനിന്റെ ഉൾപ്പെടെയുള്ള സർവകലാശാല അധികൃതരുടെ വിശദീകരണങ്ങളൊന്നും കുടുംബം വിലക്കെടുക്കുന്നില്ല. അത് വിലക്കെടുക്കാവുന്നതല്ല എന്നത് തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നടക്കം 24 പുറത്തുവിട്ടത്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ ഇന്ന് സംഭവിച്ചതെന്ന വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.